JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം 2025 കന്നിക്കൂറുകാരായ ഉത്തരം 2, 3, 4 പാദക്കാർക്കും അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദക്കാർക്കും എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിൽ സ്വാധീനമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കാനും ബുദ്ധിപരമായ കഴിവ് കൊണ്ട് സ്വയം മെച്ചപ്പെടാനുള്ള കഴിവ് നൽകാൻ വ്യാഴത്തിന് സാധിക്കും. സന്താനഭാഗ്യവും സന്താനങ്ങളുടെ ജീവിത പുരോഗതിയും നിർണ്ണയിക്കാൻ വ്യാഴത്തിന് കഴിയും എന്നതും ഒരാളുടെ ജീവിതത്തിൽ ആത്മീയമായ കാഴ്ചപ്പാടും ദൈവവിശ്വാസവും ഉണ്ടാക്കാനും സദാചാര ബോധവും സത്കർമ്മങ്ങളും മനസ്സിൽ തോന്നിപ്പിക്കുന്നതും വ്യാഴമാണ്. വ്യാഴം മോശമായാൽ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാൽ തന്നെയും ജീവിതം തന്നെ എന്തിനാണെന്ന് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും വരും. അധർമ്മവും ദുഷ്ടതയും വക്രബുദ്ധിയും ആ വ്യക്തിയെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. വ്യാഴത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരോടുകൂടി വ്യാഴത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും രാശിമാറ്റമല്ല, വ്യാഴം എന്ന ഗ്രഹം കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ മുഴുവനും ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യാഴത്തെക്കുറിച്ച് അറിയാം, നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക. ഈ വീഡിയോ എന്ന് പറയുന്ന കന്നിരാശിക്കാരായ ഉത്തരം 2, 3, 4 പാദക്കാരെയും അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. കന്നി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവവും ഭാഗ്യസ്ഥാനവുമായ 9ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2024 മെയ് 1 മുതൽ 2025 മെയ് 14 വരെ ഇടവൻ രാശിയിൽ 9ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്. പുത്രൻ, പിതാവ്, ഗുരുക്കന്മാർ, ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്നവർ, അധികാര സ്ഥാനത്തുള്ളവർ തുടങ്ങിയവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദം, സത്കർമ്മങ്ങൾ, പൂർവ്വ പുണ്യം മുതലായ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ 9ാം ഭാവം. അതിനാൽ വ്യാഴം 9ൽ സഞ്ചരിക്കുന്ന ഈ സമയം സാമ്പത്തികമായ ഉയർച്ചയും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത വരും. വിദ്യാഭ്യാസപരമായ പുരോഗതിയും മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹ ബന്ധവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട ഒരു ജീവിതവും വീട്, വാഹനം എന്നിവയൊക്കെ ലഭിക്കാനും മാതാവിൻ്റെ പൂർവ്വസ്വത്തുക്കൾ ലഭിക്കാനും അതുപോലെ വയല്, കൃഷിഭൂമി, കന്നുകാലി സമ്പത്ത് എന്നിവയിലൊക്കെ നേട്ടമുണ്ടാകാനും ബിസിനസ് രംഗത്ത് വലിയ മെച്ചമുണ്ടാക്കാനും സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, ജോലി സാധ്യത തുടങ്ങിയ അനുകൂല സ്ഥലം മാറ്റവും, ടെസ്റ്റിൽ പേരുള്ളവർക്ക് PSC ലിസ്റ്റിൽ പേരുള്ളവർക്ക് ജോലി സാധ്യതയും അതുപോലെ പ്രമോഷൻ ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അതിൻ്റേതായ പ്രയോജനം, ഉന്നത വിദ്യാഭ്യാസം, വിദേശ പഠനം, ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ ഗുണവും ജോലി ലഭിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനുമൊക്കെയുള്ള സാധ്യതയും, അതുപോലെ സന്താന ദുഃഖം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് സന്താന ലാഭം ഉണ്ടാകാനും മനസ്സിന് കൂടുതൽ ഉന്മേഷവും സുഖവും തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനൊക്കെ ഈ 9ാം ഭാവത്തിലെ വ്യാഴം സഹായിക്കും. ആത്മീയ കാര്യങ്ങളിലും പുണ്യസ്ഥലങ്ങളിൽ പോകാനുമൊക്കെയുള്ള സന്ദർഭം, സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബാങ്ക് ജീവനക്കാർ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ദേവസ്വം ജീവനക്കാർ, ക്ഷേത്രഭരണം നടത്തുന്നവർ തുടങ്ങിയവർക്കൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഈ 9ാം ഭാവം കൊണ്ട് സാധിക്കും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരായാലും ഈ 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് അവർക്ക് അതിൻ്റേതായ പല ഗുണങ്ങളും പല പ്രയോജനങ്ങളും ഉണ്ടാകും. പല സംരംഭങ്ങളും തുടങ്ങി അല്പം മോശമായിട്ടൊക്കെ ഇരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അതൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പച്ച പിടിച്ച് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. വ്യാഴം ജാതകത്തിൽ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 9ലെ വ്യാഴം വളരെ മെച്ചവും
വളരെ പുരോഗതി ഉണ്ടാക്കുന്നതുമാണ്. എന്നാൽ ജാതകത്തിൽ വളരെ മോശമായ സാഹചര്യവും അതുപോലെ ദശാനാഥന്മാരും ദശാകാലവും മോശമാണെങ്കിൽ ഈ പറയത്തക്കതുപോലുള്ള വലിയ ഗുണമൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടായെന്നും വരും. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 40 വയസ്സ് മുതൽ, അതായത് മധ്യവയസ്സിലാണ് വ്യാഴദശാകാലം അനുഭവത്തിൽ വരുന്നത്. ഈ വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പല നേട്ടങ്ങളും അവർക്കുണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് ഏതാണ്ട് 30-ാമത്തെ ഏതാണ്ട് ശരാശരിയാണ് 30 വയസ്സിൽ വ്യാഴദശ തുടങ്ങും. വിവാഹം, കുടുംബം, ജോലി മുതലായവയ്ക്ക് പ്രാധാന്യം വരുന്ന ഒരു കാലമാണ് ഈ 30 വയസ്സ് എന്ന് പറയുന്നത് ഏകദേശം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലത്ത് വ്യാഴദശ വരുന്നത് അവരുടെ ജീവിതത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കണമെങ്കിൽ ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ തന്നെ നിൽക്കണം, ബലവാനായിട്ട് നിൽക്കണം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20-ാമത്തെ വയസ്സ് മുതൽ വ്യാഴദശ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസം, ജോലി, വിവാഹം എന്നിവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. ഇക്കാര്യത്തിൽ മെച്ചപ്പെട്ട ഗുണം ലഭിക്കാൻ വ്യാഴം ജാതകത്തിൽ അനുകൂലമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവർക്ക് മെച്ചം തന്നെ ആയിരിക്കുകയും ചെയ്യും. പൊതുവെ ജാതകത്തിൽ 2-ൽ വ്യാഴം സമ്പത്തിനെയും 4-ാം ഭാവത്തിൽ വീട്, വാഹനം എന്നതിനെയും 7-ാം ഭാവം യാത്രയെയും നല്ല വിവാഹ ബന്ധത്തെയും, ഇപ്പോൾ വിദേശയാത്രയായാലും വിദേശ പഠനമായാലും ഏത് യാത്രയായാലും യാത്രയെയും സ്ഥലം മാറ്റത്തെയും അതുപോലെ 7-ാം ഭാവം പങ്കാളിയെയും വിവാഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 10-ാം ഭാവത്തിൽ നല്ല ജോലിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും. കാരണം 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സമയമാണെങ്കിലും അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ച ഒരു കാലമുണ്ട്. അതായത് 2023 ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ അവസാനം വരെ. അത് അത്ര നല്ല സമയം അല്ലായിരുന്നു എന്നത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ബന്ധനവും തടസ്സവും നേരിട്ട ഒരു സമയം. അതിനു മുമ്പ് 2022 ഏപ്രിൽ മുതൽ അല്പം കുഴപ്പമില്ലാത്ത, എന്നാൽ കുറേ ഫലങ്ങളൊക്കെ നല്ല ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടായ ഒരു കാലമാണ് 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയം. വിവാഹം, യാത്ര, ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകാനും വ്യാഴം രാശി മാറുന്നതനുസരിച്ച് ഓരോ വർഷവും ഫലങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലമല്ല ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ, ആ ഫലമല്ല കർമ്മസ്ഥാനമായ 10-ൽ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഓരോ വർഷവും വ്യാഴം രാശി മാറുന്നതനുസരിച്ച് അതിൻ്റെ ഫലവും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. 14/5/2025 മുതൽ വ്യാഴം മിഥുനൻ രാശിയിൽ 10-ാം ഭാവത്തിലേക്കാണ് കടക്കുന്നത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശി 10-ാം ഭാവമാണ്. ഒരു വർഷം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകില്ല എങ്കിൽ അടുത്ത വർഷം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലമല്ല ഭാഗ്യസ്ഥാനമായ 9-ൽ സഞ്ചരിക്കുമ്പോൾ, ആ ഫലമല്ല 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. 10-ാം ഭാവത്തിൽ ജാതകത്തിൽ നിൽക്കുന്നത് വ്യാഴം നല്ല കർമ്മഗുണത്തെ ഉണ്ടാക്കുമെങ്കിലും ഗോചരത്തിൽ 10-ാം ഭാവത്തിലെ വ്യാഴം അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവുകയില്ല. തൊഴിൽപരമായി ഒരു മാന്ദ്യമൊക്കെ അനുഭവപ്പെടാം. തൊഴിൽ മാറാനും അഥവാ സ്ഥലം മാറ്റത്തിനുമൊക്കെയുള്ള സാധ്യത വരും. അതുപോലെ ബുദ്ധിമോശം കൊണ്ട് ചില അപാകതകളും സംഭവിക്കാം. അതുമൂലം ചില സാമ്പത്തിക നഷ്ടവും തടസ്സവും ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യാം. പഠനത്തിൽ താല്പര്യക്കുറവും ബന്ധുക്കളിൽ നിന്ന് വിമർശനവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്ന ഒരു വർഷമാണ് ഈ 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. അതായത് 2025-ലെ വ്യാഴമാറ്റം സൂചിപ്പിക്കുന്നത്. 2024-ലെ പോലെ മെച്ചമല്ല 2025-ലെ വ്യാഴമാറ്റം. കാരണം 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിച്ചപ്പോൾ ഒരുപാട് പ്രയോജനങ്ങളും ഒരുപാട് ഗുണങ്ങളുമൊക്കെ ഈ 9-ാം ഭാവം കൊണ്ടുണ്ടാവും. എന്നാൽ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ അത് ചില പ്രയാസങ്ങളും ചില തടസ്സങ്ങളും ചില വിഷമതകളും ചില അലച്ചിലുമൊക്കെ ഉണ്ടാകും. എന്നാൽ വ്യാഴം ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ
നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്കും ഇപ്പം വ്യാഴദശയോ അതുപോലെയൊക്കെയുള്ള ദശാകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും ഈ 10ാം ഭാവത്തിൽ ഗോചരത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ വ്യാഴം മോശമായി നിൽക്കുകയാണെങ്കിൽ ഈ കർമ്മസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന 2025 വ്യാഴമാറ്റം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. തൊഴിൽപരമായ പ്രശ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ 2025 മെയ് മാസം മുതൽ 2026 മെയ് മാസം വരെയാണ് ഈ കർമ്മസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ലാഭസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സഞ്ചാരമാണ്. അത് മെച്ചമുണ്ടാവുകയും ചെയ്യും. അതായത് പറഞ്ഞു വന്നത് വ്യാഴത്തിൻ്റെ ഓരോ രാശിയിലെയും സഞ്ചാരം ഓരോ വർഷവും അത് മാറി മറിഞ്ഞ് വരുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ ഈ 2025 വ്യാഴത്തിൻ്റെ രാശിമാറ്റം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെച്ചമൊന്നും ആയിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.